സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഈ മരുയാത്രയിൽ യേശു മതി, ഇന്നുവരെ തുണച്ചോ ഇല്ലിതുപോലൊരു നല്ല നാഥൻ, ഇത്രമാം കാരുണ്യവാ. നീ മദീനാഥ യേശുദേവാ, നിൻ തിരുസന്നിധി മാത്രം മതി. നിത്യതയിൽ ഞാനെത്തുവോളം നിൻ തിരുമാർവിടം എന്ന ഭയം. നല്ല ഇടയൻ തന്നാടുകൾക്ക് ഇല്ലൊരു ഖേദം ഇനി. പച്ചയാം പുൽ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുമായിട്ട് കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങളുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ ആളുകൾക്ക് ചോദ്യങ്ങൾ കുറവായിരുന്നു, കാരണം അവരുടെ മുൻപിൽ പ്രശ്നങ്ങൾ കുറവായിരുന്നു. അവർക്ക് ആഹാര പ്രശ്നമുണ്ടായിരുന്നു, അല്പം സാമ്പത്തിക പ്രശ്നമുണ്ടായിരിക്കും, അല്പം ആരോഗ്യ പ്രശ്നമുണ്ടായിരിക്കും, ഇത്രയൊക്കെ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്നത്തെ മനുഷ്യൻ്റെ മുൻപിൽ സമസ്യകൾ തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങളാണുള്ളത്. താത്വികമായ ചോദ്യങ്ങൾ, ശാസ്ത്രീയമായ ചോദ്യങ്ങൾ, സാമ്പത്തികമായ ചോദ്യങ്ങൾ, ആരോഗ്യപരമായ ചോദ്യങ്ങൾ, ആധ്യാത്മികമായ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇന്നത്തെ മനുഷ്യനുണ്ട്. ഓരോ ദിവസവും ചോദ്യങ്ങൾ ചോദിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ വളരെ മിടുക്കന്മാരാണ്. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ മഹാനാകുന്നത് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണെന്നാണ്. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ശരിയായ ഉത്തരങ്ങൾ കിട്ടൂ. ശരിയായ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ ഇതിൽ ജീവിക്കാനൊക്കൂ. തെറ്റായ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടില്ല, തെറ്റായ ഉത്തരവ് കിട്ടും. ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദിക്കുന്ന ആളെപ്പോഴും ശരിയായ ഉത്തരം കൊടുക്കാൻ കഴിവുള്ളവനാണ് എന്ന് നിർബന്ധമില്ല. അതാരോടാണ് ചോദിക്കുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ജീവിക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന കുട്ടികളുണ്ട്, ചോദ്യം ചോദിക്കാതെ അവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ് എപ്പോഴും വളരുന്നത്. എന്തുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്? ചിന്തിക്കുന്നതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ചിന്തിക്കാത്ത ആർക്കും ചോദ്യം ചോദിക്കില്ലല്ലോ. നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ വളർത്തപ്പെടുന്ന ഏതെങ്കിലും മൃഗം ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഏറ്റവും വലിയ ആനയോ ഏറ്റവും ശക്തമായിരിക്കുന്നത് സിംഹമോ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അവയ്ക്ക് വിശക്കുമ്പോൾ പോലെ അലയ്ക്കുകയോ ചലിക്കുകയോ ഒക്കെ ചെയ്യുമെന്നല്ലാതെ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. വേദനയുള്ളപ്പോൾ അത് കരയും, ചോദ്യങ്ങളില്ല അതിന്. എന്നാൽ മനുഷ്യനങ്ങനെയല്ല, 100 ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഞാൻ രാത്രി ഉറങ്ങിയില്ല? എൻ്റെ ഉറക്കം എന്തുകൊണ്ട് ശരിയായില്ല? ഞാൻ ഇപ്പോഴെന്തുകൊണ്ട് ഉണർന്നു? ഞാൻ എവിടെ നിന്നാണ് വന്നത് ഇങ്ങോട്ട് ഭൂമിയിലേക്ക്? എന്തുകൊണ്ട് ഭൂമിയിലേക്ക് വന്നു? എന്തിനാണ് ഞാൻ ഈ ഭൂമി ജനിച്ചത്? ഞാൻ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ശാസ്ത്രീയമായ ചോദ്യങ്ങൾ ചോദിക്കും, 100 ചോദ്യങ്ങൾ ചോദിക്കും. ലോകത്തിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ച ആളുകളുണ്ട്. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് അത്ഭുത ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം ദൈവമാണ് ചോദിച്ചത്. ആദമേ നീ എവിടെ? മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ദൈവം ചോദിച്ചത്. ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ്. ആരും വേറെ അറിയോ? നീ എവിടെ? ഇന്ന് മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം, നീ എവിടെയാണ്? നിൻ്റെ അവസ്ഥ എന്താണ്? നീ ആയിരിക്കേണ്ടിടത്താണോ ആയിരിക്കുന്നത്? നീ പോകേണ്ടിടത്താണോ പോകുന്നത്? നീ എവിടെ എന്നുള്ള ചോദ്യം. എന്നാൽ
വ്യക്തിപരമായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു ഏറ്റവും വ്യക്തിപരമായി പ്രസക്തമായ ചോദ്യങ്ങളിൽ ഒന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 30-33 വേദഭാഗത്ത് ചോദിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ചോദ്യം ഇങ്ങനെയാണ്: യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് പിന്നിലുള്ളതായിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണ്? രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, രക്ഷ ആവശ്യമായിരിക്കുന്ന ഏതോ ഒരു അപകട സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഏതോ ഒരു ട്രാപ്പിൽ വന്ന് വീണിരിക്കുകയാണ്. ഞാൻ ഏതോ ഒരു വലിയ ഗർത്തത്തിൽ വീണിരിക്കുകയാണ്. എങ്ങനെ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താം? ആര് രക്ഷപ്പെടുത്തും? അതാണ് ചോദിക്കുന്നത്. അതൊരു വലിയ ചോദ്യമാണ്. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈ മനുഷ്യൻ അങ്ങനെ ചോദ്യം ചോദിക്കുക. ഇത് ഫിലിപ്പിയ, യൂറോപ്പിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നാണ് ഫിലിപ്പിയ പട്ടണം എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ സെൻട്രൽ ജയിലുണ്ടായിരുന്നു, റോമൻ സെൻട്രൽ ജയിൽ. ആ ജയിലിൽ ആയിരക്കണക്കിന് കുറ്റവാളികളെ സൂക്ഷിക്കുന്ന ജയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ജയിലിൻ്റെ സൂപ്രണ്ടായിരിക്കുന്ന മനുഷ്യനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം ആ ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം നിങ്ങളോട് പറയാം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. ഫിലിപ്പി എന്ന് പറഞ്ഞതായിരിക്കുന്ന റോമൻ പട്ടണത്തിലേക്ക് പൗലോസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ദൈവദാസൻ തൻ്റെ സ്നേഹിതന്മാരുമൊത്ത് സുവിശേഷം പ്രസംഗിക്കാനായിട്ട്, അങ്ങനെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ അവരെ ഭൂതം ബാധിച്ചതായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സൗഖ്യമാക്കി. ഈ പെൺകുട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സുബോധമില്ലാത്ത കാര്യങ്ങളല്ല ഈ ഭൂതബാധയുള്ള പെൺകുട്ടി ചെയ്തത്. വളരെ സുബോധമുള്ള കാര്യമാണ്. ആളുകളുടെ ഭാഗതയെ പറഞ്ഞു കൊടുക്കും, അവരുടെ ഭാഗ്യം പറഞ്ഞു കൊടുക്കും. ഒരു പശുവിനെ കാണാതെ പോയാൽ ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ ഇന്ന സ്ഥലത്ത് ഇന്ന മരത്തിൻ്റെ ചുവട്ടിൽ ആ പരിശോധിക്കുന്ന സൂക്ഷ്മം പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്ന പരിഹാരം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ പെൺകുട്ടി അവരുടെ ഉടമസ്ഥർക്ക് വളരെ ലാഭം ഉണ്ടാക്കി കൊടുത്ത പെൺകുട്ടിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവളെ വിലയ്ക്ക് വാങ്ങി ഇവളെ കൊണ്ട് ഈ ഭാഗ്യം പറയിപ്പിച്ച് കാശുണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, മുതലാളിമാർ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ ഈ പെൺകുട്ടി പൗലോസിൻ്റെ പുറകെ എന്നിട്ട് എന്താ വിളിച്ച് പറയുന്നറിയാമോ? ഈ പൗലോസെന്നും ലൂക്കോസെന്നും ഒക്കെ പറയുന്ന ഈ ദൈവദാസന്മാരുണ്ടല്ലോ, ഇവർ നിങ്ങളോട് ദൈവത്തിന് സുവിശേഷം പ്രസംഗിക്കാൻ വന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസന്മാരാണ്. സത്യമാണ് പറഞ്ഞത്, വളരെ സത്യം. പക്ഷേ സത്യമാണെങ്കിലും പുറകെ ഇങ്ങനെ പിശാചിൻ്റെ ബാധിച്ച ആളിത് വിളിച്ച് പറഞ്ഞു നടന്നാൽ അത് നമുക്ക് പ്രയോജനമില്ല. പൗലോസ് അവളെ ശാസിക്കുകയും അവളുള്ള ഭൂതത്തെ പുറത്താക്കുകയും ചെയ്ത് സുബോധമായി തീർന്നു. അവൾ സുബോധമായി എന്ന് കണ്ടപ്പോൾ പിന്നെ ഈ അവളെ കൊണ്ട് പ്രയോജനമില്ല. കാരണം ഭൂതബാധയുള്ളപ്പോൾ ഈ ഭൂതം ആ ഭാഗ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഭൂതം പുറത്ത് പോയപ്പോൾ അവൾക്ക് വല്ലതും പറയാനറിയാം, അവൾക്കൊന്നും പറയാനറിയില്ല. അപ്പോൾ അതുകൊണ്ട് ലാഭം നഷ്ടപ്പെട്ടു എന്ന് കണ്ടിട്ട് അവളുടെ ഉടമസ്ഥർ പൗലോസിനെ പിടിച്ച് പൂരം തല്ലി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ തല്ലി. അവസാനം ജഡ്ജിയുടെ കൈ കൊണ്ടു കൊടുത്തു. അവിടെ വിട്ടവനെ തല്ലി, വിവസ്ത്രനായി നിർത്തി തല്ലി എന്നാണ്. തല്ലിയിട്ട് ജഡ്ജി ജയിലിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു, ഈ മനുഷ്യനെ അകത്തെ ബന്ദോബസ്ത് ഡബിൾ സെക്യൂരിറ്റി ഉള്ളതായിരിക്കുന്ന മുറിയിലിട്ട് പൂട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പൂട്ടി ആ രാത്രിയിൽ നടന്ന ഒരു സംഭവമാണ്. പൗലോസും ശീലാസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന രണ്ട് ഉപദേശിമാർ, രണ്ട് സുവിശേഷകന്മാർ, അവരവിടെ കിടന്നു. രാത്രിയിൽ അർദ്ധരാത്രി ആയപ്പോഴാണ് അവരെ അവിടെ അടിയിച്ച് ദേഹമെല്ലാം പൊട്ടിച്ചാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഭയങ്കര വേദനയൊക്കെ ഉണ്ട്. അവരെഴുന്നേറ്റിരുന്ന് പാട്ടുപാടി, അവരുറക്കെ പാട്ടുപാടി. ജയിലിലുള്ളവരെല്ലാം കേട്ടു. അതിന് സ്വർഗത്തിലെ ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു പെട്ടെന്ന് ആ ജയിൽ കുലുങ്ങി എന്നാണ് പറയുന്നത്. അടിസ്ഥാനം കുലുങ്ങി, വാതിലുകളൊക്കെ തന്നെ അങ്ങ് തുറന്നുപോയി. അവിടെയുള്ള ജയിൽ പുള്ളികളൊക്കെ ഓടി രക്ഷപ്പെടാനാണ് സാധാരണ സാധ്യത. അതാണ്. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതായിരിക്കുന്ന ജയിലർ പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പം ജയിലിൻ്റെ വാതിലെല്ലാം തുറന്നു കിടക്കുകയാണ്. ഇതെന്തൊരു കാര്യമാണ്? ഇത് റോമിലെ മെയിൻ സെൻട്രൽ പ്രിസണാണ്. അവിടെ കൊലപാതകം ചെയ്തവരും രാഷ്ട്രീയ കൊലപാതകം ചെയ്തവരും എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് കിടക്കുന്നത്. നാളെ തലവെട്ടേണ്ട ആളുകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരെല്ലാം രക്ഷപ്പെട്ട സമൂഹത്തിൽ എന്താ വരുന്നത്? ജയിലർക്കൊരു കാര്യം മനസ്സിലായി, ഈ ആളുകളിൽ ഒരാൾ രക്ഷപ്പെട്ടു പോയാൽ എൻ്റെ തല രാവിലെ പോകും. അതുകൊണ്ട് രാവിലെ വരെ കാത്തിരിക്കേണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം വാളെടുത്തു. തൻ്റെ നെഞ്ചിലേക്ക് വാള് കുത്തി ഇറക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞു, സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. സ്റ്റോപ്പ്, നിർത്തുക. ജയിലിൽ കിടക്കുന്ന ഒരൊറ്റ കുറ്റവാളി പോലും രക്ഷപ്പെട്ടിട്ടില്ല. വാതിൽ തുറന്നെങ്കിലും എല്ലാവരും അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതിശയം, ലോകത്തിലെ അതിശയങ്ങളൊന്നാണ് തുറക്കപ്പെട്ട വാതിലിൽ നിന്ന് ഓടിപ്പോകാത്തതായിരിക്കുന്ന കുറ്റവാളികൾ. ഇവിടെ കുത്തി തുറന്നൊക്കെ ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ദൈവം ഒരു അതിശയം പ്രവർത്തിക്കുമ്പോൾ ആർക്കും ദോഷത്തിനായിട്ട് അത് പ്രവർത്തിക്കുകയില്ല. അങ്ങനെയാണ് ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആരും ദോഷത്തിന് വേണ്ടി ചെയ്യില്ല, നന്മയ്ക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ പൗലോസ് പറഞ്ഞു, അരുത്, നീ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. നീ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ
ജയിലർക്കൊരു കാര്യം മനസ്സിലായി. ഈ പൗലോസ് എന്ന് പറഞ്ഞ ആളൊരു സാധാരണ വ്യക്തി. പൗലോസ് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഈ മനുഷ്യൻ ശ്രദ്ധിച്ചു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൗലോസ് രക്ഷയുടെ പാട്ടായിരിക്കും പാടിയത്. പൗലോസ് പ്രാർത്ഥിച്ചത്, സ്വർഗത്തിലെ ദൈവമേ, ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾ അവരെ രക്ഷിക്കണമേ, ഇവിടുത്തെ ജയിൽ സൂപ്രണ്ടിനെ രക്ഷിക്കണമേ, അവരുടെ കുടുംബത്തെ രക്ഷിക്കണമേ, ഞങ്ങളെ തല്ലിച്ചതച്ച ആളുകളോട് അവിടുന്ന് ക്ഷമിക്കണമേ, അവർക്ക് രക്ഷ കിട്ടാൻ, ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈ ജയിലർക്കൊരു കാര്യം മനസ്സിലായി, രക്ഷിക്കുക, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞൊരാശയമുണ്ട്. ഇവർ ഈ അതിനെക്കുറിച്ച് പ്രസംഗിച്ചതിനാണല്ലോ ഇവർ തല്ലിക്കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ജയിലർ ഓടി അവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് യജമാനന്മാരെ എന്നാണ് വിളിക്കുന്നത്. യജമാനന്മാരെ. ഇവിടെ ഇപ്പോൾ യജമാനാരാ? സെൻട്രൽ ജയിലിൻ്റെ സൂപ്രണ്ട് ആണോ യജമാനൻ, അതോ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്ന 2 ജയിൽ പുള്ളികളാണോ? ഇതാണ് അദ്ദേഹത്തിന് സുബോധം വന്നത്. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഞാനിപ്പോൾ ഒരു ആത്മഹത്യ ചെയ്ത് ഇവിടെ കുത്തി കയറ്റി ഞാനിവിടെ വീണിപ്പോൾ ചത്ത് കിടക്കേണ്ടതാണ്. ഇവരെന്നെ രക്ഷിച്ചത്. പക്ഷേ അവരെൻ്റെ ശരീരത്തെ രക്ഷിച്ചുള്ളൂ, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് മനസ്സിലായി. വന്ന് ചോദിച്ചു, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. എനിക്ക് രക്ഷപ്പെടണം. നിങ്ങൾ പറഞ്ഞ ആത്മാവിൻ്റെ രക്ഷയുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ സ്വർഗമുണ്ടല്ലോ, അതെനിക്ക് കിട്ടണം. എൻ്റെ ശരീരത്തിൻ്റെ മരണത്തിൽ നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണ്, നിങ്ങൾ അരുതെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതായിരിക്കുന്ന വേറെ ഒരു രക്ഷയുണ്ടല്ലോ, ആത്മാവിൻ്റെ രക്ഷ, അതെനിക്ക് എങ്ങനെ കിട്ടും? എന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏറ്റവും വലിയ ചോദ്യം, എനിക്ക് എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എങ്ങനെ? ഏറ്റവും ലളിതമായ ഉത്തരം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഈ ജയിലർ എന്താ ഉത്തരമാണ് കിട്ടുന്നതെന്ന് ചിന്തിച്ചോന്നൊന്നും എനിക്കറിയില്ല. ചില ആളുകൾ പറയും, വലിയ എന്തെങ്കിലും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചു, എന്തെങ്കിലും നീ ഹിമാലയ പർവ്വതത്തിന് പുറത്ത് പോയിട്ട് എവറസ്റ്റ് കൊടുമുടി കയറി അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നീ രക്ഷ പ്രാപിക്കും, അങ്ങനെ എന്തെങ്കിലും പറയുമെന്നാണോ? എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്കുള്ളതെല്ലാം പറ്റി ദരിദ്രന്മാർക്ക് കൊടുക്കുക, അതിൻ്റെ ആത്മാവ് രക്ഷ കിട്ടുമെന്നാണോ? പറഞ്ഞു വന്നപ്പം വളരെ ലളിതമായി, എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും, വിശ്വസിച്ചാൽ നിൻ്റെ ഭാര്യ മക്കളും രക്ഷ പ്രാപിക്കും. ഇതാണ് ദൈവത്തിൻ്റെ രക്ഷണ്യ മാർഗം എന്ന് പറയുന്നത്. ലളിതമായ സുവിശേഷം എന്ന് പറയുന്നത് ദ സിമ്പിൾ ഗോസ്പൽ, പ്ലെയിൻ ഗോസ്പൽ എന്ന് പറയും. ലളിതമായ സുവിശേഷം എന്താണത്? രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതിന് റോമിലെ ഏറ്റവും വലിയ ജയിലിൻ്റെ സൂപ്രണ്ടായാലും, ഭൂതം ബാധിച്ച പെൺകുട്ടിക്കായാലും, തെരുവിലെ തെണ്ടിക്കായാലും രക്ഷപ്രാപിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. പൗലോസ് ആ സുവിശേഷമാണ് രക്ഷിക്കപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം അത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ 100,000 വേറെ ചോദ്യം ചോദിക്കുമായിരിക്കും. എനിക്ക് കാശ് എങ്ങനെ കിട്ടും, എൻ്റെ കടവ് എങ്ങനെ വീട്ടാം, എൻ്റെ കൊച്ചിൻ്റെ രോഗം എങ്ങനെ സൗഖ്യമാകും, കൊച്ചിൻ്റെ ജോലി എവിടെ കിട്ടും, ഒരു കല്യാണം വേണം, ഇപ്പം മോൾക്ക് എവിടെ ചെറുക്കനെ കിട്ടും, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നത്. അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. പക്ഷേ അതൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അതൊന്നുമല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ആ പ്രധാന ചോദ്യം ചോദിക്കാതെ അപ്രധാനമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്യും? ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമല്ലേ, കിഡ്നി കേടായി മരിക്കുമല്ലേ, കാറിടിച്ച് മരിക്കുമല്ലേ, വെള്ളത്തിൽ വീണ് മരിക്കുമല്ലേ, തീയിൽ വീണ് മരിക്കും, എന്തെങ്കിലും മരിക്കുമല്ലേ എല്ലാവരും. ആരും ലോകത്ത് ജീവിച്ചിരിപ്പില്ലല്ലോ. 10, 50, 55, 90 ആകുമ്പോൾ അവർ മരിച്ചു പോവല്ലേ ആണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, എനിക്ക് രക്ഷ എങ്ങനെ കിട്ടും, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എങ്ങനെ കിട്ടും? ആ ചോദ്യമാണ് ചോദിക്കുന്നത്. അത് ചോദിക്കാതെ മറ്റെന്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലും ആ ചോദ്യങ്ങളൊന്നും അപ്രസക്തമാണെന്ന് ഞാൻ പറയുന്നില്ല. കടഭാരമുള്ളവർക്ക് കടം വീട്ടുക എന്നുള്ളത് വലിയ വിഷയമാണ്. വിവാഹപ്രായമായ പെൺകുട്ടികളുടെ വിവാഹം നടക്കാതിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അവിടെ വിവാഹം എങ്ങനെ നടക്കുമെന്നുള്ള പ്രധാന ചോദ്യമാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന ചെറുക്കന് ജോലി കിട്ടുന്നില്ല, എവിടെ ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രധാന ചോദ്യമാണ്. താമസിക്കാൻ ഒരു വീടില്ലാത്തവർക്ക് എങ്ങനെ ഒരു വീട് കിട്ടുമെന്നുള്ള വലിയ ചോദ്യം. അതൊക്കെ വലിയ ചോദ്യമാണ്. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ എത്ര വലിയ വീട്ടിൽ വസിച്ചാലും, ഏത് രാജകുമാരനെ കൊണ്ട് നിങ്ങൾ മകളെ കല്യാണം കഴിപ്പിച്ചാലും, ഒരു ദിവസം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെന്നാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ആ ന്യായവിധി ദിവസം നിങ്ങളവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അന്നത് ഓർക്കും, അന്ന് ഞാൻ ആ ചോദ്യം ചോദിക്കേണ്ടതായിരുന്നു, കർത്താവേ ഞാൻ എങ്ങനെ രക്ഷപ്പെടാമെന്ന്. ചില പിള്ളേർ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പേപ്പറും കൊടുത്തു കഴിഞ്ഞ് വരാന്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ചോദ്യത്തിന് ഉത്തരം ഓർക്കുന്നത്. ഷടാ, ഞാനത് ഓർത്തില്ലല്ലോ, എനിക്കറിയാമായിരുന്നു, ഞാൻ എഴുതാവത്തില്ലല്ലോ, വല്ല പ്രയോജനമുണ്ടോ? പിന്നെ ചെന്ന് ടീച്ചറെ ആൻസർ ബുക്ക് ഇങ്ങോട്ട് തരാം, ഞാൻ ഒരു ഉത്തരം എഴുതിക്കോട്ടെ, വല്ല രക്ഷയില്ല. ഓർക്കേണ്ട സമയത്ത് ഓർക്കണം, ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ മനുഷ്യൻ്റെ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജയിലർ ചോദിക്കേണ്ട ചോദ്യം തക്ക സമയത്ത് ചോദിച്ചു. 5 മിനിറ്റ് താമസിച്ചെങ്കിൽ പ്രയോജനമില്ല, ഉടനെ ചോദിച്ചു, ഞാൻ രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നാളെ എൻ്റെ തല റോമാക്കാർ വെട്ടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നല്ല ചോദിച്ചത്, എൻ്റെ ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് കൊടുത്ത ലളിതമായ ഉത്തരം,
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് കർത്താവായ യേശു വിശ്വസിക്കുക? നീറോ ചക്രത്തിൽ വിശ്വസിക്കാൻ എന്നിട്ട് പറഞ്ഞില്ല. അന്ന് റോം ഭരിക്കുന്നത് നീറോയാ. എടോ, നീറോയെ വിശ്വസിക്കണോ? നീ ഈ ജയിലിൻ്റെ സൂപ്രണ്ടല്ലേ, നിനക്കറിയില്ലേ ഇതിൻ്റെ എല്ലാം മേലത്തെ യജമാനാരാ അന്ന്? നീറോയിൽ വിശ്വസിക്കുക, രക്ഷ കിട്ടും. നീറോ വിശ്വസിച്ച് രക്ഷ കിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ. കാരണം എന്താണ്? നോക്കി, അവിടെ 3 വാക്കുകളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് എന്ന് പറയുന്നത് ദൈവത്വത്തെ കാണിക്കുന്നതാണ്. അവൻ തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന കർത്താവാണ്. യേശു എന്ന് പറഞ്ഞ മനുഷ്യത്വത്തെ കാണിക്കുന്നതാണ്. അവൻ ജഡം ധരിച്ച് മനുഷ്യനായി വന്നപ്പോൾ കൊടുത്ത പേരാണ് യേശു. അവരുടെ ജനത്തെ അവൻ്റെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കണോ യേശു എന്ന് പേര്, രക്ഷകൻ എന്നർത്ഥം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശീഹയാണ്, രാജാവായി വരാനുള്ളവനാണ്. നാം വിശ്വസിക്കേണ്ടത് ഏതെങ്കിലും ആരെങ്കിലെങ്കിലും അല്ല കേട്ടോ. നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് വിശ്വസിക്കുക, രക്ഷയൊന്നും കിട്ടത്തില്ല, ലഭിച്ച കാശ് കിട്ടിയെന്ന് വരും. പക്ഷേ വിശ്വസിക്കേണ്ടത് ആരെയാണ്? ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. ജഡം ധരിച്ച് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിൽ വിശ്വസിക്കുക. ഇനിയും രാജാവായി വന്ന് ലോകരാഷ്ട്രങ്ങളെ എല്ലാം അടിച്ചു നിരത്തി തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്ന കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഈ വ്യക്തി അതൊരാളാണ്, സാക്ഷാൽ ദൈവം, തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന വ്യക്തി. അവനിൽ വിശ്വസിക്കണം. മറ്റാരും വിശ്വസിച്ചാൽ ഒരു പ്രയോജനമില്ല കേട്ടോ. എന്തെങ്കിലും വിശ്വസിച്ചാൽ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. കളവിലും വ്യാജത്തിലും വിശ്വസിക്കും, കിട്ടുമെന്നൊക്കെ വിശ്വസിക്കും. അവസാനം അവരെന്ത് പറയും? കണ്ടെത്തും, അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന്. അങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. സത്യത്തിൽ വിശ്വസിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ. വ്യാജത്തിൽ വിശ്വസിച്ച് പ്രയോജനമുണ്ടോ? ഇല്ല. ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിൻ ബാംഗ്ലൂരിൽ പോകുന്ന വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറിയതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ താഴത്തെ ആളോട് ചോദിക്കും, സ്നേഹിതൻ അങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ബാംഗ്ലൂർക്കാണ്. അത് വളരെ രസമായിരിക്കുന്നല്ലോ. മേളത്തെ ബർത്തി കിടക്കുന്നവൻ ഡൽഹിക്ക് ചെല്ലും, നടുക്കത്തെ ബർത്തി കിടക്കുന്നവൻ ബാംഗ്ലൂർ ചെല്ലും. അപ്പോൾ ശാസ്ത്രം അങ്ങ് വളർന്നൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുമോ ബാംഗ്ലൂരിലാണ് ചെല്ലുന്നത്, ഈ ട്രെയിൻ ഡൽഹി പോകില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നവരുണ്ട്. അവർ ഒരു പ്രയോജനവുമില്ല. രക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ അവന് 3 ഗുണങ്ങളുണ്ടായിരിക്കണം. ഒന്ന്, അവൻ ദൈവമായിരിക്കണം. രണ്ടാമത്, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അറിയുവാൻ അവൻ മനുഷ്യനായിരിക്കണം. മൂന്നാമത്, ഈ ലോകത്തിൻ്റെ ന്യായാധിപതിയും ഭരണാധികാരിയുമായി വരുന്നവനായിരിക്കണം, നിത്യം നിശ്ചയിക്കുന്നത്. ഇത് 3 യോഗ്യതയുള്ളത് ഒരാളേ ഉള്ളൂ, യേശു ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ പൗലോസ് പറഞ്ഞത്, നീ യേശുവിൽ വിശ്വസിക്കണമെന്ന് മാത്രമല്ല, നീ കർത്താവിൽ വിശ്വസിക്കണമെന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. സാക്ഷാൽ ദൈവം, സാക്ഷാൽ മനുഷ്യനായി തീർന്ന് മരിച്ചുയർത്ത് ഇനി സാക്ഷാൽ രാജാവും രാജാതിരാജാവുമായി വരുന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആളിൽ നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. ലളിതമായ സുവിശേഷം. ആകട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങളെങ്ങനെ രക്ഷപ്പെടുന്നത്? നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാൻ യോഗ്യതയുള്ള ആൾക്ക് രക്ഷിക്കാനായിട്ട് കഴിയും. രക്ഷിക്കുന്ന ആൾ ഒന്നാമത് ദൈവമായിരിക്കണം. രണ്ടാമത് രക്ഷിക്കുന്ന ആൾ നമ്മെപ്പോലൊരു മനുഷ്യനായി തീർന്നവനായിരിക്കണം. അവൻ പാപരഹിതനായിരിക്കണം. പാപത്തിൻ്റെ ശമ്പളം എന്താണോ അതവൻ ഏറ്റെടുക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണം അവൻ ഏറ്റെടുത്തു. മരണത്തെ തോൽപ്പിക്കുക, അവൻ ഉയർക്കണം. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, അന്ത്യന്യായവിധി എല്ലാ മനുഷ്യരും വന്ന് ന്യായവിധിക്ക് നിൽക്കുമ്പോൾ നിങ്ങളെ അതിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്ന ന്യായാധിപനായിരിക്കണം. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് രക്ഷിക്കുക എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളെ രക്ഷിച്ചേക്കൊള്ളാമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. എന്നെക്കൊണ്ടൊക്കുമില്ല. ഞാനിനി എത്ര വലിയ ശക്തനായ മനുഷ്യനായാലും എത്ര ധനവാനായ മനുഷ്യനായാലും നിങ്ങളെ ആത്മാവ് രക്ഷിക്കാൻ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? ഞാൻ നിങ്ങളെപ്പോലെ ഭാവിയായ ഒരു മനുഷ്യനാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് ഞാൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക. അല്ലേ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ എന്നിൽ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. രക്ഷ പ്രാപിക്കാനോ? ജയിലറെ എന്നിൽ വിശ്വസിക്കുക. ഞാൻ തർശോസുകാരനായ ശൗലാണ്. തർശോസുകാരനായ ശൗൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും. ഒരു പ്രയോജനവുമില്ല. രക്ഷിക്കാൻ കഴിവുള്ള ഒരുത്തനേ ഉള്ളൂ, യേശു. അവൻ മാത്രം രക്ഷകനായിട്ട് രക്ഷിപ്പാൻ ശക്തനാണ് യേശു. അവനിൽ വിശ്വസിക്കുക. ആ സുവിശേഷമാണ് പറഞ്ഞത്. എങ്ങനെയാണ് പ്രതികരിച്ചതെന്നറിയാമോ ജയിലർ? അവൻ വിശ്വസിച്ചു. അതേക്കുറിച്ച് പറയുന്നത് താഴോട്ട് നമ്മൾ വായിക്കുന്നത്, അന്ന് രാത്രി തന്നെ അവൻ പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുപോയി തല്ലിച്ചതച്ച മുറിവുകളെല്ലാം കഴുകി എണ്ണയിട്ട് കഴുകി കെട്ടി. അതവൻ്റെ മാനസാന്തരത്തെ കാണിക്കുന്നത്. യഥാർത്ഥമായ മാനസാന്തരം അവനുണ്ടായി. ചെയ്ത് തെറ്റായിപ്പോയെന്ന് അവൻ അംഗീകരിച്ചു. രണ്ടാമത് അവൻ എന്ത് ചെയ്യും? അവനും കുടുംബവും വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റു. മൂന്നാമത് അത് രണ്ടുമായപ്പോൾ രക്ഷയായി. പിന്നെ വീട്ടിൽ കൈക്കൊണ്ട് അവരുമായിട്ട് ചേർന്ന് കൂട്ടായ്മ ഭക്ഷണം കഴിച്ചു. എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകലപാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു മാർഗ്ഗമേ ഉള്ളൂ. രക്ഷിക്കാൻ കഴിവുള്ളവന് ഒരാളേ ഉള്ളൂ, അവൻ മാത്രമാണ്. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ
നാം രക്ഷിക്കപ്പെടുവാനായി നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു എന്ന ഏകനാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടേ ഉള്ളൂ നിങ്ങൾക്ക് പ്രയോജനമല്ലേ ഇല്ല. ആ യേശുവിൻ്റെ മുൻപിൽ സകല മുഴങ്കാലും മടങ്ങി യേശു കർത്താവ് നേറ്റ് പറയുന്ന ഒരു ദിവസം വരും. എന്നാൽ ഇന്ന് നിങ്ങളേറ്റ് പറയുക നല്ലത്. കാരണം ആ ദിവസം ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നേറ്റ് പറയണം. യേശുവേ, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ്. പാവിയെ എന്നെ രക്ഷിക്കുവാനായി നീ ഭൂമി മനുഷ്യനായി വന്നവനാണ്. നീ സാക്ഷാൽ ദൈവമാണ്, സാക്ഷാൽ മനുഷ്യനായി തീർന്നവനാണ്. ദൈവമനുഷ്യനായ നീ എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാലുകളിലെ ക്രൂശിൽ മരിച്ചു. എൻ്റെ പാപത്തിന് ഞാൻ ഏൽക്കേണ്ട ശിക്ഷ മുഴുവനും നീ ഏറ്റെടുത്തു. അത് ദൈവം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ പരസ്യമായ തെളിവായിട്ട് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വീണ്ടും അവനെ രാജാവും രാജാതിരാജാവുമായി വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് സകലനാമത്തിനും ഏതായ നാമം അവന് കൊടുത്തു. ആ നാമത്തെങ്കിലാണ് എല്ലാ മുഴങ്കാലും മടങ്ങാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ മുഴങ്കാല യേശുവിൻ്റെ മുൻപിൽ മടക്കിയാൽ അവൻ നിങ്ങളുടെ രക്ഷകനാണ്, നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരകനാണ്. ഇല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ മുഴങ്കാലും മടക്കും, നിങ്ങൾ ഏറ്റു പറയുകയും ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിത്യനരകത്തിലേക്കാണ് പോകുന്നത്. കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. കർത്താവിൻ്റെ കാൽവറിയിലെ ബലിയിൽ വിശ്വസിച്ച് നിങ്ങൾ പാപമോചനം പ്രാപിക്കുക. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കാൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവൻ ജീവനെ കാണുകയില്ല. അതുകൊണ്ട് ഈ ലളിതമായ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാക്കട്ടെ. യൂറോപ്പിലെ ഏറ്റവും വലിയ ജയിലിൻ്റെ സൂപ്രണ്ട് ചോദിച്ച ചോദ്യം ഇന്ന് രാവിലെ നിങ്ങൾ ചോദിക്കുമോ? യജമാന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? സഹോദരന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? ഞങ്ങൾക്ക് പറയാനുള്ളത് പൗലോസ് പറഞ്ഞ ഉത്തരം തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങളങ്ങനെ വിശ്വസിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ തെളിവ് തരും. അവർ മാനസാന്തരപ്പെട്ടതിൻ്റെ തെളിവാണ് അവൻ്റെ മുറിവെല്ലാം കഴിയുന്നുള്ളത്. വിശ്വസിച്ചു എന്നുള്ള തെളിവാണ് സ്നാനം. അവർ പരസ്യമായ സ്നാനമേറ്റു. എന്തൊരു വ്യത്യാസം വന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു എന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. ഇതിനേക്കാൾ വലിയ സന്ദേശമില്ല. ഇത് പ്രസംഗിക്കുകയാണ് ഏറ്റവും വലിയ സന്ദേശം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ രക്ഷിക്കപ്പെടട്ടെ. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഇന്ന് പകല് നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ ഉടനെ അവിടെ നിന്ന് ചോദ്യം ചോദിക്കുക, ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരം അപ്പോസ്തലർ പ്രവൃത്തി 16 അധ്യായത്തിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏത് വ്യക്തി വിശ്വസിക്കുന്നു അവർക്ക് രക്ഷ കിട്ടും. ദൈവം വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കൃപ തരട്ടെ, നിങ്ങളെ രക്ഷിക്കട്ടെ, നിത്യജീവൻ നിങ്ങൾക്ക് അവകാശമായി തരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ശാന്തമാം വെള്ളത്തിൻ തീരത്തേക്ക് ശാന്തമായി നടത്തിയിടുന്നു. ശോകത്താൽ തകർന്ന പ്രാണനെയും ശോഭിതമാക്കിയിടുന്നു. നീ മദീനാഥ യേശുദേവാ, നിൻ തിരുസന്നിധി മാത്രം മതി. നിത്യതയിൽ ഞാനെത്തുവോളം നിൻ തിരുമാർവിടം എന്നഭയം. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന അതിപ്രധാനപ്പെട്ടതായിരിക്കുന്ന ചോദ്യവും അതിനുള്ള ആൻസറുമാണ് നാം സന്ദേശത്തിലൂടെ കേൾക്കുകയുണ്ടായത്. ഞങ്ങളെ കേൾക്കുന്ന ചിലരെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഉദിച്ചിട്ടുള്ള ചോദ്യമാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാനായിട്ടുള്ള പല വഴികളും ചെയ്യുന്നവരാണ് മനുഷ്യർ. പുണ്യപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ, അങ്ങനെ പലതും ചെയ്ത് നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം മുഴുവനും മുടക്കിയ അനേകർ ഞങ്ങളെ കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ രക്ഷ പ്രാപിപ്പാനായിട്ട് നാം അനേക സ്ഥലങ്ങളോ അനേക പുണ്യപ്രവൃത്തികളോ അല്ലെങ്കിൽ പണമോ മുടക്കേണ്ട ആവശ്യമില്ല. ദൈവം ദാനമായിട്ട് നൽകുന്ന രക്ഷ സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ രക്ഷ നമുക്ക് സാധ്യമായി തീർന്നത്? പാപിയായ മനുഷ്യന് രക്ഷ സ്വയമേ നേടുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം അതിനുള്ള വഴി
മുന്നമേ തന്നെ ഒരുക്കി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. ദൈവം രക്ഷയ്ക്കുള്ള മാർഗം ദൈവം തന്നെ ഒരുക്കി എന്നുള്ളതാണ്. കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങളോടൊപ്പം ഇങ്ങനെ പറയുമോ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എനിക്ക് ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എനിക്ക് കഴിയുകയില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു തന്നെ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വന്ന് എനിക്ക് പകരക്കാരനായി എൻ്റെ പാപങ്ങളെ തൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ യാഗമായിട്ട് തീർന്നു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് യേശു ക്രിസ്തു മരിച്ചു എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഞങ്ങളെ കേൾക്കുന്നവർക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ രക്ഷ പ്രാപിച്ചുകൊണ്ട് നമുക്ക് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് എത്ര നല്ലവനായ ദൈവമായതിനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രക്ഷ പ്രാപിപ്പാനായിട്ടുള്ള പല വഴികൾ ഞങ്ങൾ ചിന്തിക്കുകയും ആ വഴികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്തവരാണ്. എന്നാൽ ഞങ്ങളുടെ ആ വഴികളെല്ലാം അവസാനിച്ചു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നു. ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവിടുന്ന് ക്രൂശിൽ മരിച്ചു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം മാറ്റുവാൻ അവിടുന്ന് കഴിയും. അവിടുന്ന് മതിയായവനാണ്. കർത്താവിൻ്റെ ആ സന്തോഷത്തിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങൾക്കും അവിടുന്ന് പ്രവേശനം നൽകിയിരിക്കുക. ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. സത്യം സത്യമായി